പലപ്പോഴും പല ആളുകൾക്കും സംശയം നമുക്ക് എങ്ങനെ ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ രാവിലെ ഫങ്ഷണൽ വാട്ടർ കുടിക്കുന്നു. ഒരു പക്ഷേ വെറും വയറ്റിൽ നമ്മൾ ഫങ്ഷണൽ വാട്ടർ കുടിച്ചുകൊണ്ട് ഫങ്ഷണൽ ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ വ്യായാമത്തിലേക്ക് പോകുന്നത്. പ്രാണ വെൽനസ് അക്കാഡമിയുടെ ഒരു ദിവസം, അതിനകത്തെ ഓരോ ആളുകളുടെയും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. അതിനുശേഷം പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കൺഫ്യൂഷൻസ് നമുക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ശരിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അതിന് കൂടുതൽ പ്രയത്നങ്ങളൊന്നും ആവശ്യമില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻകരുതലായിട്ട് വാങ്ങിച്ചു വെച്ചാൽ മാത്രം മതിയാവും. അതിൽ പ്രധാനപ്പെട്ടതാണ് സീഡ്സ്, വിത്തിനങ്ങൾ. നമുക്ക് പംകിൻ സീഡുണ്ട്, സൺഫ്ലവർ സീഡുണ്ട്, ചിയാ സീഡ് എടുക്കാം, ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന സീഡ്സാണ്. പിന്നെ കുറച്ച് നട്ട്സുകളാണ്, ബദാം, കാഷ്യൂ നട്ട്, അതുപോലെ തന്നെ കടലപ്പരിപ്പ്, ഇങ്ങനെയുള്ളതൊക്കെ എടുക്കാൻ പറ്റും. ഡ്രൈ ഫ്രൂട്ട്സായിട്ട് വേണമെങ്കിൽ നമുക്ക് കഫമുള്ളവരൊക്കെ ശ്രദ്ധിക്കുക, ഇല്ലാത്തവർക്ക് മുന്തിരിങ്ങ എടുക്കാം, ഉണക്ക മുന്തിരിങ്ങ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരത്തെ തന്നെ വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ദോശയാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ദോശയാണ്. പക്ഷെ നമ്മൾ ആ ദോശയിൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനകത്ത് കുറച്ച് മുരിങ്ങയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മുരിങ്ങയില ഇട്ടിട്ടാണ് നമ്മൾ ആ ദോശ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതിനെ മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഇവിടെ നമ്മൾ 2 പുഴുങ്ങിയ മുട്ട ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. അതുപോലെ തന്നെ ചില വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ടാവും. എസ്പെഷ്യലി അത് കുറച്ച് നാടൻ, നമുക്ക് തൊട്ടടുത്തൊക്കെ ഉള്ള വീടുകളിൽ കിട്ടുന്ന മുട്ടയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ന്യൂട്രിയൻസ് വാല്യൂ കൂടുതലാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. പിന്നീടുള്ളതെന്ന് പറയുന്നത്, ഇതിനകത്തൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസും മിനറൽസിൻ്റെയൊക്കെ അല്ലെങ്കിൽ വൈറ്റമിൻസ് മിനറൽസിൻ്റെയൊക്കെ ഒരു സോഴ്സായിട്ട് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ സാമ്പാറാണ്. എല്ലാ പച്ചക്കറികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സാമ്പാർ. പിന്നീട് നമ്മളിതിനകത്ത് സലാഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ബീറ്റ്റൂട്ടുണ്ട്, ക്യാബേജ്, മുട്ടക്കോസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ദെൻ നമുക്ക് വെള്ളരിക്ക, കുക്കുംബറുണ്ട്. ഇതിനകത്ത് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളെയും ഉൾപ്പെടുത്താം. പല നിറങ്ങളിലുള്ള പിന്നെ വെജിറ്റബിൾസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് സലാഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മൾ ചമ്മന്തി, ഒന്നുകിൽ സാമ്പാർ ഉപയോഗിക്കുക അല്ലെങ്കിൽ ചമ്മന്തി, ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം മതിയാവും. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് നമ്മുടെ ചമ്മന്തി എന്ന് പറയും. നമുക്ക് തേങ്ങ, കോക്കനട്ട്, നമ്മുടെ തേങ്ങ അരച്ചുള്ള ചമ്മന്തി.